ജനിച്ച് ഏകദേശം 11 മാസത്തോളം കുട്ടിക്ക് ഉറക്കമേയില്ല. കുട്ടി കരഞ്ഞുകൊണ്ടേയിരിക്കുക. ആ ഉമ്മയുടെ പണി കുട്ടിയുടെ തൊട്ടിയാട്ടി കൊടുക്കുക എന്നുള്ളതാണ്. വീട്ടുകാർക്ക് മറ്റ് ബുദ്ധിമുട്ട് വരാതിരിക്കാൻ വേണ്ടി വാതിലൊക്കെ ക്ലോസ് ചെയ്തിട്ട് മറ്റുള്ളവർ ഉറങ്ങട്ടെ എന്ന് കരുതി ഇവർ ആട്ടിക്കൊണ്ടിരിക്കുക. ഭർത്താവ് ഗൾഫിൽ നിന്ന് വന്നാൽ ഭാര്യ കുറച്ചുറങ്ങും, ഭർത്താവിനെ ഏൽപ്പിക്കും. എന്ന് പറഞ്ഞാൽ ഉറക്കമേയില്ല. എല്ലാ ചികിത്സകളും ചെയ്ത് പരാജയപ്പെട്ടു. അവസാനം ചെയ്യുന്ന ചികിത്സകളിലേക്കെത്തി, അസ്മായിൻ്റെ ചികിത്സകളൊക്കെ. അങ്ങനെ ഏതോ ഒരു ഭാഗത്തുള്ള ഒരാളാണ് നിങ്ങൾ അക്യൂപഞ്ചർ ചികിത്സയുണ്ട് വെന്നിയൂർ, അവിടെ നിന്ന് പോയി നോക്കൂന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടെ വന്നു. 11 മാസം 12 മാസമായിട്ടുള്ള കുട്ടിയാണ്. ആ കുട്ടിയെ ട്രീറ്റ്മെൻറ്റ് ചെയ്തു. പിന്നെ അവരെ യാതൊരു വിവരമില്ല. പിന്നെ ഒരു 2 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് വിളിക്കുന്നുണ്ട്. 2 മാസം കഴിഞ്ഞിട്ട് വിളിച്ചിട്ട് പറയാണ്, പഴയ പോലെ തന്നെ അയക്കണ്, ആരാന്നൊന്നും പറയാതെ പഴയ പോലെ തന്നെ അയക്കണം. അപ്പം ഞാൻ ചോദിച്ചു എന്താണ്, ആരാണ്? അപ്പോഴാണ് പറഞ്ഞത് 2 മാസം മുമ്പ് നിങ്ങളടുത്ത് ഉറക്കമില്ലാത്തൊരു കുട്ടിയായിട്ട് വന്നിരുന്ന അവരെ ഉമ്മയാണ്. അന്ന് നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് ചെയ്ത അന്ന് മുതൽ കുട്ടി സുഖമായിട്ട് ഉറങ്ങൽ തുടങ്ങി, ഒരു പ്രശ്നമില്ല. ഇപ്പോൾ 2 ദിവസമായിട്ട് ചെറിയ ചെറിയ അസ്വസ്ഥതകൾ കാണിക്കുന്നുണ്ട്, അതുകൊണ്ട് വിളിച്ചതാണ്. അപ്പം ഞങ്ങൾ നിങ്ങളടുത്തേക്ക് വിട്ട അയാൾക്ക് വിളിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു, എത്ര വട്ടം ചികിത്സിച്ചു? 1 വട്ടം പോയിട്ടേ ഉള്ളൂ. അപ്പം നിങ്ങൾ പോയിക്കൊണ്ടിരിക്കണ്ടേ പൂർണ്ണമായിട്ട് മാറ്റം വരുന്നവരെ? 1 പ്രാവശ്യം പോയപ്പോൾ തന്നെ പൂർണ്ണമായിട്ട് മാറില്ലോ, അതുകൊണ്ടായിരുന്നു ഞങ്ങൾ പോകാഞ്ഞത്. അങ്ങനെ അവർ ഇങ്ങോട്ട് വന്നു. 1 2 പ്രാവശ്യം കൂടി വന്നു. ഇപ്പം ആ നാട്ടിൽ അവരാ കുട്ടിയെ അറിയപ്പെടൽ അക്യൂ ബേബി എന്നാണ്. അക്യൂ ബേബി എന്ന് പറഞ്ഞാൽ നാട്ടുകാർക്ക് മൊത്തം അറിയായിരുന്നു ഈ പ്രശ്നം, ഉറങ്ങാത്ത പ്രശ്നം.